ഞാൻ എത്ര ശ്രമിച്ചിട്ടും വണ്ണം കുറയുന്നില്ല അല്ലേ? ശരിയാണ്, PCOSൽ വെയിറ്റ് ലോസ് ഇത്തിരി പ്രയാസമാണ്. പക്ഷെ നിങ്ങൾ എത്ര ശ്രമിച്ചു? മിക്കപ്പോഴും ആ എഫേർട്ട് ശരിയായ ദിശയിലാവാറില്ല. അയ്യോ ഡോക്ടർ, ഞാൻ ഒന്നും കഴിക്കുന്നില്ല. ആ, പട്ടിണി. ഇതാണ് വെയിറ്റ് കുറയ്ക്കൽ ശ്രമം. അപ്പൊ എക്സസൈസ്? ഇല്ല ഇല്ല. പൊതുവെ വെയിറ്റ് കുറയാത്ത മെന്റൽ സ്ട്രെസിന്റെ കൂടെ പട്ടിണി കിടന്നുള്ള ഫിസിക്കൽ സ്ട്രെസ്സും കൂടെ കോർട്ടിസോൾ ഹോർമോൺ ഒക്കെ റിലീസാക്കി ഹോർമോൺ ഇംബാലൻസ് ഒന്നുകൂടി വഷളാവുകയും സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് വെയിറ്റ് ഗെയിൻ എന്ന അവസ്ഥ വരെ എത്തുകയും ചെയ്യും. PCOS ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ പ്ലാൻ ചെയ്യണം? ഒന്ന്, സ്ട്രെസ്, ആൻസൈറ്റി എന്നിവ ഒഴിവാക്കുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളരെ അത്യാവശ്യമാണ്. രണ്ട്, ഡയറ്റ്, എക്സസൈസ് എന്നിവ കൊണ്ടുള്ള ടാർഗറ്റ് വെയിറ്റ് റിഡക്ഷൻ ആണെന്ന് കരുതാതിരിക്കുക. ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കാൻ കാരണമായ നിങ്ങളുടെ രീതികളെ നേർവഴിയിലാക്കാനും കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗമാണിത്. ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീങ് ആൻഡ് ഡിസിപ്ലിൻ ആണ് ഉദ്ദേശം. ഗുണങ്ങൾ ഒരുപാട്. വെയിറ്റ് ഗെയിൻ പ്രിവെന്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയാരോഗ്യം കൂടുന്നു. PCOSൽ വരാൻ സാധ്യതയുള്ള BP, കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ മെറ്റബോളിക് സിൻഡ്രോമിനെ തടയിടുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇംപ്രൂവ് ആവുകയും പ്രമേഹ സാധ്യത കുറയുകയും ചെയ്യുന്നു. സ്ട്രെസ് കുറയ്ക്കുന്നു. പീരീഡ്സ് നോർമൽ ആവാനുള്ള സാധ്യത ഏറുന്നു. ഇതൊക്കെ വലിയ കാര്യങ്ങളല്ലേ, പിന്നെ എന്തിനിത് മടിക്കണം? ഇനി മൂന്ന്, ഏറ്റവും പ്രധാനം, വെയിറ്റ് റിഡക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഐഡിയൽ വെയിറ്റ് ടാർഗറ്റ് വെക്കാതിരിക്കുക. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ട്രബിൾ കുറയും. മറിച്ച് ഇപ്പോൾ ഉള്ള വെയിറ്റിന്റെ 5 തൊട്ട് 10% വരെ കുറയ്ക്കുന്നതാവണം ടാർഗറ്റ്. അതായത് 150 സെന്റിമീറ്റർ ഉള്ള ഒരാൾക്ക് ഇപ്പോൾ വെയിറ്റ് 80 കിലോ, വേണ്ടത് 55 കിലോ. 25 കിലോ കുറയ്ക്കുന്നതല്ല ടാർഗറ്റ്, മറിച്ച് 80ന്റെ 10%, 8 കിലോ എങ്കിലും കുറയ്ക്കാൻ ശ്രമിക്കൂ. എല്ലാം ശരിയാവുന്നേ.